നമസ്കാരം. ഇന്ന് മാർച്ച് 7 ശനി, കുംഭം 23 പുതിയൊരു വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബഹ്റൈനിൽ പൊതുനിരത്തിൽ കൂട്ടം കൂടുന്നതിന് വിലക്കേർപ്പെടുത്തി സിവിൽ ഡിഫൻസ് കൗൺസിൽ. ബഹ്റൈനിൽ രാവിലെ സൈറൺ മുഴങ്ങുന്നതായുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇറാൻ ആക്രമണത്തിൽ പരിക്കേറ്റവരെ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ആശുപത്രിയിലെത്തി കണ്ടു. വിവരങ്ങളുമായി ദുബായിൽ നിന്ന് മുഹമ്മദ് റഹീസാണ് ചേരുന്നത്. റഹീസ്, ഗുഡ് മോർണിംഗ്. ഈ ഒരു സംഘർഷ പശ്ചാത്തലത്തിൽ വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ ചെറിയ തോതിലെങ്കിലും അല്ലെങ്കിൽ ചെറുതും വലുതുമായിട്ടുള്ള ചില ആക്രമണങ്ങൾ ഉണ്ടായി. പക്ഷേ ഓരോ രാജ്യങ്ങളും തങ്ങളുടെ പൗരന്മാരെയും അവിടെ എത്തിയ മറ്റു രാജ്യങ്ങളിലെ പ്രവാസികളെയും ഒക്കെ ചേർത്ത് പിടിച്ചത് ലോകത്തിന് തന്നെ മാതൃകയായ കാര്യമാണ്. ഇന്നിപ്പോൾ ഈ ബഹ്റൈനിൽ നിന്ന് വരുന്ന വിവരം എന്താണ്? മറ്റെന്തൊക്കെ അപ്ഡേറ്റുകൾ ആണുള്ളത്? ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ടോ? ക്രിസ്റ്റീന, ഉന്മേഷ്, ഈ ബഹ്റൈനിലുണ്ടായ ഈ ആക്രമണം, അതിന്റെ അലയൊലികൾ, അതുമായി ബന്ധപ്പെട്ടുണ്ടായ അപകടങ്ങൾ, ഇതൊക്കെയും തുടരുന്നതിന്റെ അല്ലെങ്കിൽ ആ രക്ഷാപ്രവർത്തനമൊക്കെ പുരോഗമിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ ബഹ്റൈനിൽ നിന്ന് ലഭിക്കുന്നത്. ഏറ്റവും പ്രധാനം, ബഹ്റൈനിൽ രാവിലെയും ഇന്ന് അപായ സൈറൻ മുഴങ്ങിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്ന് അറിയിക്കുന്നുണ്ട്. അതിനൊക്കെ അപ്പുറം ഈ ബഹ്റൈനിൽ പൊതുനിരത്തിൽ കൂട്ടം കൂടുന്നതിന് നിലവിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പബ്ലിക് പാർക്കുകളിൽ, മറ്റ് ഇടങ്ങളിൽ, പൊതുവായ സ്ഥലങ്ങളിൽ ഒരു പരിധിയിൽ കൂടുതൽ ആളുകൾ കൂട്ടം കൂടി നിൽക്കരുത് എന്നുള്ള നിർദ്ദേശമാണ് നിലവിൽ സിവിൽ ഡിഫൻസ് വകുപ്പ് നൽകുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശം കൂടിയാണ്. കാരണം ഈ ഇന്നലെ രാവിലെ ഉണ്ടായ ഈ റെസിഡൻഷ്യൽ മേഖലയിൽ ഈ ജനവാസ കേന്ദ്രങ്ങളിലെ ഈ 2 ഫ്ളാറ്റുകളിലടക്കം ഉണ്ടായ അപകടത്തിന്റെ ദൃശ്യങ്ങൾ ഇന്നലെ അത് ആ അപകടമൊക്കെയും അതിന്റെ തോത് കുറച്ച ശേഷം, തീയൊക്കെ അണച്ചതിന് ശേഷമുള്ള ദൃശ്യങ്ങൾ ഔദ്യോഗികമായി തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിൽ തന്നെ അതിന്റെ ഒരു തീവ്രത മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജനജീവിതം സുരക്ഷിതമാക്കാൻ, ഒപ്പം തന്നെ ജാഗ്രത പാലിക്കാൻ ഒക്കെ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. പൊതുനിരത്തിൽ ഇറങ്ങി കൂട്ടം കൂടി നിൽക്കരുത് എന്നുള്ള കാര്യം ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ്. കാരണം ഇന്നലെ ആക്രമണം ഉണ്ടായ സ്ഥലങ്ങളിൽ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന തരത്തിലേക്ക് ആക്രമണം മാറിയത് ബഹ്റൈനിലാണ്. ബഹ്റൈനിൽ ഇന്നലെ രാവിലെ ചെറിയ തോതിലുള്ള ആക്രമണം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇന്നലെ വൈകിട്ടും ബഹ്റൈനിൽ ആക്രമണം ഉണ്ടായി. അത് തുടർച്ചയായിട്ടുള്ള ആക്രമണം ഉണ്ടായി. അത് മലയാളികൾ അടക്കം താമസിക്കുന്ന സ്ഥലങ്ങൾ, ആ പ്രദേശങ്ങളിലൊക്കെയും ആക്രമണം ഉണ്ടായതായും അതൊക്കെയും ചെറുത്തതായും ഈ സിവിൽ ഡിഫൻസ് വകുപ്പ് തന്നെ അറിയിക്കുന്നുണ്ട്. അതിനുശേഷം പുറത്തിറക്കിയ ജാഗ്രതാ നിർദ്ദേശത്തിലാണ് ഇത്തരത്തിൽ കൂട്ടം കൂടി നിൽക്കുന്നത് നിരോധിച്ചതായി ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ജാഗ്രതാ നിർദ്ദേശം വളരെ തീവ്രമായി അല്ലെങ്കിൽ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി പാലിക്കേണ്ട ഒന്നാണ്. അതാണ് രാവിലെ ബഹ്റൈനിൽ നിന്ന് വരുന്ന വിവരം. കുവൈറ്റ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഈ നിലവിൽ ആക്രമണം നടക്കുന്നതായുള്ള വിവരമില്ല. അല്ലെങ്കിൽ UAEയിൽ ഇന്നലെ പുലർച്ചയ്ക്ക് ശേഷം പിന്നീട് കാര്യമായ തോതിൽ ആക്രമണം ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ജനജീവിതത്തിനെ നേരിട്ട് ബാധിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഈ ഏതെങ്കിലും വലിയ കേന്ദ്രങ്ങൾക്ക് കേടുപാടുകൾ വരുന്ന തരത്തിൽ അങ്ങനെ ഒരു വലിയ ആക്രമണം നിലവിൽ UAEയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല എന്നുള്ള വിവരമാണ് ഇന്നലെ പുലർച്ചയ്ക്ക് ശേഷം പുറത്തു വരുന്നത്. ഏതാണ്ട് 24 മണിക്കൂറോളമായി അങ്ങനെ ഒരു വലിയ ആക്രമണത്തിന്റെ വിവരങ്ങളൊക്കെയും പുറത്തു വന്നിട്ട് അത്രയും സമയമായി. കുവൈറ്റിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ തന്നെയാണ്. ഒപ്പം തന്നെ ഈ ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ആക്രമണ ശബ്ദങ്ങൾ ഈ പറയുന്ന തരത്തിൽ ഉണ്ടായി. പക്ഷെ അത് വലിയ തോതിൽ ഒരു ആക്രമണമായി മാറിയിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഇന്നലെ ബഹ്റൈൻ ഔദ്യോഗികമായി ഇന്നലെ മാത്രമുണ്ടായ ആക്രമണങ്ങളുടെ കണക്ക് ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. നിലവിൽ എന്തായാലും ആരും മരിച്ചിട്ടില്ല എന്നുള്ള ആശ്വാസകരമായിട്ടുള്ള വിവരം അവിടെ നിന്ന് ഔദ്യോഗികമായി ലഭിക്കുന്നുണ്ട്. പക്ഷേ എത്രത്തോളം ആളുകളെ ഇത് ബാധിച്ചിട്ടുണ്ടെന്ന വിവരം ലഭിച്ചിട്ടില്ല. ഷെൽട്ടറുകൾ ഉൾപ്പെടെ തുറന്നതായിട്ടുള്ള വിവരവും എന്തായാലും അവിടെ നിന്ന് വരുന്നുണ്ട്. ഒപ്പം ഈ UAE പ്രസിഡന്റ് എന്തായാലും ഇന്നലെ രാത്രി തന്നെ ആശുപത്രിയിലെത്തി രോഗികളെ സന്ദർശിക്കുന്ന വളരെ സന്തോഷകരമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ആശ്വാസം പകരുന്ന, പ്രതീക്ഷ നൽകുന്ന, കുറെ കൂടിയൊക്കെയും ഒരു പോസിറ്റീവ് എനർജി പകരുന്ന ദൃശ്യങ്ങൾ കൂടി ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഇന്നലെ രാത്രിയാണ് ഈ ഒരു സന്ദർശനമൊക്കെയും ഉണ്ടായത്. ഏതാണ്ട് 100
100-നടുത്ത ആളുകൾക്ക് UAE-യിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. അതിൽ ഇന്ത്യക്കാരടക്കമുള്ളവർക്കുണ്ട്. അതൊക്കെയും ചെറിയ തോതിലുള്ള പരിക്കുകളാണ്. കാര്യമായി സീരിയസ് ഇഞ്ചുറികൾ ഒന്നുമില്ല എന്ന് തന്നെയാണ് UAE-യിൽ നിന്ന് പുറത്തുവരുന്ന വിവരങ്ങൾ. എന്തായാലും ഇറാൻ അവരുടെ ആക്രമണം അവസാനിപ്പിച്ചിട്ടില്ല. അതിന്റെ തോത് ശരിക്കും ഒരു 3-1 4-1 ഒക്കെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള വീക്ഷണങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പക്ഷേ ആ ആക്രമണം, ഈ ബഹ്റൈൻ കേന്ദ്രീകരിച്ചുള്ള ആക്രമണം, അതിന്റെ തീവ്രത കുറച്ചുകൂടി വലുതാണ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാം. ഇപ്പോൾ ഈ UAE-യും അല്ലെങ്കിൽ ഖത്തറിനെയും കുവൈറ്റിനെയും പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ അത് ജനജീവിതത്തിനെ ബാധിക്കാത്ത തരത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ബഹ്റൈനിലാണ് ഇപ്പോൾ ഒരു നിയന്ത്രണം കൊണ്ടുവന്നത്. അത് വലിയൊരു അപകട സൂചനയല്ല, മറിച്ച് കുറെ കൂടിയൊക്കെ സുരക്ഷിതരായിരിക്കാനുള്ള സൂചനയാണ്. ഉന്മേഷ്. ശരി, മുഹമ്മദ് റഹീസ് ആണ് ഇപ്പോൾ ദുബായിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മധ്യപൂർവേഷ്യയിലെ സംഘർഷത്തിൽ ചില രാജ്യങ്ങൾ മധ്യസ്ഥ ശ്രമങ്ങൾ ആരംഭിച്ചതായും മേഖലയിൽ സുസ്ഥിരമായ സമാധാനമാണ് ഇറാൻ ആഗ്രഹിക്കുന്നതെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. എന്നാൽ ഇറാൻ നിരുപാധികമായി കീഴടങ്ങാതെ യാതൊരു ഒത്തുതീർപ്പിനുമില്ല എന്ന ഉറച്ച നിലപാടിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മധു, ഗുഡ് മോർണിംഗ്. എന്താണ് അമേരിക്കയുടെ നിലപാട്? മധു. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ഉന്മേഷ്, ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ വെള്ളിയാഴ്ച സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ മധ്യസ്ഥ ചർച്ചകളെക്കുറിച്ചുള്ള സൂചനകൾ നൽകിയത്. ചില രാജ്യങ്ങൾ മധ്യസ്ഥ ശ്രമങ്ങൾ ആരംഭിച്ചതായിട്ടും അതുപോലെ ഈ പശ്ചിമേഷ്യയിൽ സ്ഥിരമായിട്ട് സമാധാനമാണ് ഇറാൻ ആഗ്രഹിക്കുന്നതെന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ മധ്യസ്ഥത വഹിക്കുന്ന രാജ്യങ്ങളുടെ പേര് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല. ഒരുപക്ഷെ അത് ഖത്തറും ഫ്രാൻസും ആകാനാണ് സാധ്യത. കാരണം അവരുടെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി ഈ രണ്ട് രാജ്യങ്ങളുമായിട്ട് തുടർച്ചയായിട്ട് ചർച്ചകൾ ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഒരു വശത്ത് പെസഷ്കിയാന്റെ ഈ കുറിപ്പ് വന്ന് മണിക്കൂറുകൾക്കകം ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ കൂടെ ഇതിന് മറുപടി നൽകിയിട്ടുണ്ട്. നിരുപാധികമായ കീഴടങ്ങളല്ലാതെ ഇറാന്റെ കാര്യത്തിൽ മറ്റ് ഒരു കരാറുമില്ലെന്നാണ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാന്റെ ഇപ്പോഴത്തെ ലീഡർഷിപ്പ് പൂർണ്ണമായും തകർക്കപ്പെട്ടു കഴിഞ്ഞു. അതുപോലെ പുതിയൊരു ലീഡറിനെ കണ്ടെത്തുന്നത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണെന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് ട്രംപ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ട്രംപ് പറയുന്നത് അമേരിക്കയോടും ഇസ്രയേലിനോടും സൗഹൃദം പുലർത്തുന്ന പുതിയൊരു ലീഡർഷിപ്പാണ് താൻ ആഗ്രഹിക്കുന്നത്. ഒരു ജനാധിപത്യ ഭരണകൂടം വരണമെന്ന് ഇല്ല. സമാധാനം ആഗ്രഹിക്കുന്ന ഒരു മത നേതാവായ പോലും ആ ആളിനെ അംഗീകരിക്കുവാൻ തയ്യാറാണെന്നും ട്രംപ് പറയുന്നു. അതേസമയം ക്രിസ്റ്റീന, ഉന്മേഷ്, അമേരിക്ക ലക്ഷ്യമിട്ട പ്രധാന സൈനിക നീക്കങ്ങൾ അതിവേഗം ഫിനിഷിംഗ് പോയിന്റ് അടുക്കുകയാണെന്നാണ് ഇറാനിലെ സൈനിക നടപടികൾ ഏകോപിപ്പിക്കുന്നത് പെന്റഗന്റെ സെൻട്രൽ കമാൻഡാണ്. അവരുടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. യുദ്ധം തുടങ്ങിയ ആദ്യ ദിവസത്തെ അപേക്ഷിച്ച് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപണത്തിൽ 90% കുറവ് വന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതുപോലെ ഡ്രോൺ ആക്രമണങ്ങൾ 83% കുറഞ്ഞു. അതുമാത്രമല്ല, നാവികപ്പടയ്ക്ക് വലിയ പ്രഹരം ഏൽപ്പിക്കുവാൻ കഴിഞ്ഞു എന്നും പെന്റഗൺ അവകാശപ്പെടുന്നു. ഇതുവരെ 30-ലധികം ഇറാനിയൻ കപ്പലുകൾ അമേരിക്ക തകർത്തു. അതിൽ പെന്റഗൺ പറയുന്നത് രണ്ടാം ലോകമഹായുദ്ധ കാലത്തെ വലിയ വിമാനവാഹിനി കപ്പലുകളും വലിപ്പമുള്ള ഇറാന്റെ ഒരു ഡ്രോൺ കരിയർ കപ്പൽ ഈ നശിപ്പിക്കപ്പെട്ട കപ്പലിൽ ഉൾപ്പെടുന്നുണ്ട്. അതുമാത്രമല്ല, ഇത് നിലവിൽ കത്തിക്കൊണ്ടിരിക്കുകയാണെന്നും പെന്റഗൺ അവകാശപ്പെടുന്നുണ്ട്. അതേസമയം ശ്രീലങ്കൻ തീരത്തിന് സമീപം തകർന്നടിഞ്ഞ ഇറാനിയൻ യുദ്ധക്കപ്പൽ ഐറിസ് ഡന, അതിൽ നിന്ന് രക്ഷപ്പെട്ട നിരവധി പേരുണ്ട്. അവരിപ്പോൾ ശ്രീലങ്കൻ കസ്റ്റഡിയിലാണ്. ആ ഇറാൻ നാവികരെ ഒരു കാരണവശാലും ഇറാനിലേക്ക് തിരികെ അയക്കരുതെന്ന് ശ്രീലങ്കയോട് അമേരിക്ക ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വെള്ളിയാഴ്ച US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു രഹസ്യ സന്ദേശം ശ്രീലങ്കയ്ക്ക് പോയിരുന്നു. അതിൽ ശ്രീലങ്കയ്ക്ക് മേൽ അമേരിക്ക വലിയ സമ്മർദ്ദം ചെലുത്തുന്ന വിവരം അതിനകത്ത് കൃത്യമായിട്ട് കണ്ടതായിട്ട് റോയിട്ടേഴ്സ് ആണ് ഈ ന്യൂസ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. അതേസമയം ഇറാന്റെ അഭ്യർത്ഥന പ്രകാരമാണ് ഈ നാവികരെ സ്വീകരിച്ചതെന്ന് നേരത്തെ ശ്രീലങ്കൻ പ്രസിഡന്റ് അനൂര പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ വാദം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യത്വപരമായ ഉത്തരവാദിത്വമാണ് ഇതിലൂടെ അവർ കാണിച്ചതെന്നാണ് അവർ റെസ്പോണ്ട് ചെയ്തിരിക്കുന്നത്. ഉന്മേഷ്, കൃഷ്ണ. ശരി, അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ഇപ്പോൾ വരുന്ന വിവരം, സൗദിയിലെ ഷൈബ എണ്ണപ്പാടത്തിന് നേരെ ഡ്രോൺ ആക്രമണ ശ്രമം എന്നതാണ്. 10 ഡ്രോണുകൾ തകർത്തതായുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ജലീൽ കണ്ണമംഗലമാണ് ജിദ്ദയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ജലീൽ, ഗുഡ് മോർണിംഗ്. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? കൃഷ്ണ, ഉന്മേഷ്, സൗദിക്ക് നേരെ വീണ്ടും ആക്രമണം ഉണ്ടായതായി സൗദി പ്രതിരോധ മന്ത്രാലയം അറിയിക്കുകയാണ്. അമേരിക്കൻ താവളങ്ങൾക്ക് പുറമെ രാജ്യത്തിന്റെ എണ്ണ ശേഖരങ്ങൾക്ക് നേരെയും ഇപ്പോൾ തുടർച്ചയായ ആക്രമണം ഉണ്ടാവുന്നു.
ഷൈബ എണ്ണപ്പാടത്തിന് നേരെയാണ് പുതുതായി ആക്രമണം ഉണ്ടായിരിക്കുന്നത്. 2 തവണകളായി 10 ഡ്രോണുകൾ ഉപയോഗിച്ച് എണ്ണപ്പാടത്തിന് നേരെ ആക്രമണം ഉണ്ടായി. എല്ലാ ഡ്രോണുകളും പ്രതിരോധ സേന തകർത്തു. ആദ്യഘട്ടത്തിൽ 4ഉം രണ്ടാമത്തെ ഘട്ടത്തിൽ 6 ഡ്രോണുകളാണ് പ്രതിരോധ സേന തകർത്തത്. സൗദി അറേബ്യയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മണൽ മരുഭൂമിയായ റുബൽ ഖാലിയിലാണ് ഈ ഷൈബ എണ്ണപ്പാടം സ്ഥിതി ചെയ്യുന്നത്. മരുഭൂമിയുടെ നടുവിൽ ഏതാണ്ട് 600 കിലോമീറ്ററോളം നീളമുള്ള പൈപ്പ് ലൈനുകൾ ഒക്കെ ഇവിടെ ഉണ്ട്, ഈ എണ്ണപ്പാടത്തുണ്ട്. സൗദിക്ക് നേരെ തുടർച്ചയായ ആക്രമണങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ മാത്രം അമേരിക്കൻ സൈനിക താവളമായ പ്രിൻസ് സുൽത്താൻ എയർബേസ് ഉള്ള ഈ റിയാദിനടുത്ത അൽഖർജ് ലക്ഷ്യമാക്കിയാണ് ഇപ്പോൾ കൂടുതൽ ആക്രമണങ്ങളും ഉണ്ടാകുന്നത്. ഇന്നലെ മാത്രം 5 മിസൈലുകളും 1 ഡ്രോണും അൽഖർജ് ലക്ഷ്യമാക്കി വന്നു. ഇതിനു പുറമെ കിഴക്കൻ പ്രവിശ്യയിലേക്ക് 1 ഡ്രോണും റിയാദ് ലക്ഷ്യമാക്കി 4 ഡ്രോണുകളും വന്നു. എല്ലാം സൗദി പ്രതിരോധ സേന തകർത്തു. സൗദിക്ക് നേരെ ഇതുവരെ ഉണ്ടായ ആക്രമണങ്ങൾ നോക്കിയാൽ 10 മിസൈലുകളും 50 ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. അൽഖർജിന് നേരെ മാത്രം 9 തവണ ആക്രമണം ഉണ്ടായി. റിയാദ്, അൽജോഫ്, കിഴക്കൻ മേഖലയിലെ അരാംകോ എണ്ണ ശുദ്ധീകരണശാല, റിയാദിലെ അമേരിക്കൻ എംബസി തുടങ്ങിയവ ലക്ഷ്യമാക്കിയൊക്കെ ഡ്രോണുകൾ വന്നു. കിഴക്കൻ പ്രവിശ്യയിൽ റാസ്തനൂറിയയിലെ അരാംകോ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ 2 തവണ നേരത്തെ ആക്രമണം ഉണ്ടായിരുന്നു. ഇതിന് പുറമെയാണ് ഇപ്പോൾ പുതിയ ആക്രമണം ഉണ്ടായിരിക്കുന്നത് എണ്ണപ്പാടത്തിന് നേരെ. ഇപ്പോൾ സൗദിയുടെ ഈ പ്രധാന സാമ്പത്തിക സ്രോതസ് ആയ എണ്ണ ശേഖരങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത് ഒരു നിലക്കും ന്യായീകരിക്കാനാകില്ല എന്ന് സൗദി നേരത്തെ പ്രതികരിച്ചതാണ്. ഇതിനെ ശക്തമായ രീതിയിൽ സൗദി അപലപിക്കുകയും ചെയ്തിരുന്നു. അതേസമയം ഈ അരാംകോ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്നാണ് ഇറാന്റെ ഒരു നിലപാട്. തങ്ങളുടെ ആയുധങ്ങൾക്ക് സമാനമായ അമേരിക്കൻ നിർമ്മിത ഡ്രോണുകൾ ഉപയോഗിച്ച് അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന നാടകമാണ് ഇത് എന്നാണ് ഇറാന്റെ ആരോപണം. എന്നാൽ ഗൾഫ് രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ഒക്കെ ഈ വിഷയത്തിൽ സൗദിക്കൊപ്പം ഉറച്ചു നിൽക്കുകയാണ്. ഇറാൻ അമേരിക്കൻ താവളങ്ങൾക്ക് പുറമെ സൗദിയുടെ സാമ്പത്തിക സ്രോതസ്സുകളെ തന്നെ ശരിക്കും ഇറാൻ ലക്ഷ്യം വെക്കുകയാണ് എന്നാണ് ഈ രാജ്യങ്ങൾ പറയുന്നത്. ഈ പ്രകോപനങ്ങൾ ഉടൻ അവസാനിപ്പിക്കണം എന്ന് സംയുക്ത പ്രസ്താവനയിലൂടെ ഈ യൂറോപ്യൻ രാജ്യങ്ങളും ഗൾഫ് രാജ്യങ്ങളൊക്കെ ഇറാനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സൗദിയിലെ ആക്രമണം ഒരു രീതിയിലും ജനജീവിതത്തെ ബാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. രാജ്യത്ത് യുദ്ധ പ്രതീതിയോ ഭീതിയോ നിലനിൽക്കുന്നില്ല. സ്കൂളുകളും ഓഫീസുകളും ഷോപ്പിംഗ് മാളുകളും ഒക്കെ പതിവ് പോലെ പ്രവർത്തിക്കുന്നുണ്ട്. റമദാൻ ആഘോഷങ്ങൾക്കോ അതോടൊപ്പം തന്നെ വിമാന സർവീസുകൾക്കോ കാര്യമായ തടസ്സങ്ങൾ ഒന്നും ഇല്ല. എന്നാൽ ചില വിമാന സർവീസുകൾ ഇപ്പോൾ താളം തെറ്റിയിട്ടുണ്ട്. മലയാളികൾ ഉൾപ്പെടെയുള്ള ഉംറ തീർത്ഥാടകർ പലരും മദീനയിലും മക്കയിലും ഒക്കെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇവർ ആവശ്യപ്പെടുന്നത് ഇന്ത്യയിൽ നിന്നുള്ള വിമാന സർവീസുകൾ, പ്രത്യേക സർവീസുകൾ, അതായത് എയർ ഇന്ത്യ എക്സ്പ്രസ് ഉൾപ്പെടെ ഇവിടെ മുടങ്ങിക്കിടക്കുന്ന പല വിമാനങ്ങളും പ്രത്യേക സർവീസുകൾ നടത്തിയാൽ ഇവർക്ക് കൃത്യമായി നാട്ടിലേക്ക് മടങ്ങാൻ സാധിക്കും എന്ന ഒരു പ്രതീക്ഷ യാത്രക്കാരൊക്കെ ഉംറ തീർത്ഥാടകരൊക്കെ നമ്മോട് പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. ഉന്മേഷ് കൃഷ്ണ. ജലീൽ കണ്ണമംഗലമാണ് ജിദ്ദയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ഇറാൻ കപ്പലിന് കൊച്ചി തീരത്ത് അഭയം നൽകി കേന്ദ്ര സർക്കാർ. ഈ മാസം 4-ന് ഐറിസ് ലവാൻ കൊച്ചി തീരത്ത് അടുപ്പിച്ചുവെന്നാണ് കേന്ദ്രത്തിന്റെ വിശദീകരണം. കഴിഞ്ഞ മാസം 28-ന് ഐറിസ് ലവാൻ എന്ന കപ്പൽ തീരത്ത് അടുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുമതി ഇറാൻ തേടിയിരുന്നു. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത് ലാൽകൃഷ്ണയാണ്. ലാൽകൃഷ്ണ, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ കപ്പലിന് അഭയം നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. 183 നാവികരാണ് കപ്പലിലുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കപ്പലിന് അഭയം നൽകാൻ തീരുമാനിച്ചതും കപ്പൽ അഭയം നൽകിയതും കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പാണ്. ഈ വാർത്ത വരുന്നത് ഏറെ വൈകിയാണ് എന്നുള്ളത് മാത്രമാണ്. സത്യത്തിൽ വിശാഖപട്ടണത്ത് നടന്ന ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇറാനിൽ നിന്നെത്തിയ 3 കപ്പലുകളിൽ ഒന്നാണ് ഐറിസ് ലവാൻ എന്ന് പറയുന്നത്. ഇതോടൊപ്പം ഉണ്ടായിരുന്ന ഐറിസ് ദേനയാണ് അമേരിക്കയുടെ അന്തർവാഹിനി ടോർപിഡോ അറ്റാക്കിൽ തകർന്നു പോയത്. ഈ കപ്പലിലുണ്ടായിരുന്ന ലവാനിലുണ്ടായിരുന്ന 183 പേർക്കാണ് ഇന്ത്യൻ നാവികസേന ഇപ്പോൾ അഭയം നൽകിയിരിക്കുന്നത്. ഇത് നേവിയുടെ സദേൺ നേവൽ കമാൻഡിൻ്റെ കൊച്ചി യാർഡിലല്ല, നിലവിൽ ഡോക്യാർഡിലല്ല ഈ കപ്പൽ നിലവിൽ നങ്കൂരമിട്ടിരിക്കുന്നതെന്നാണ് അറിയുന്നത്. അതെവിടെയാണ് എന്ന കാര്യം അറിയിച്ചിട്ടില്ല. 1-ാം തീയതിയാണ് കൂടിയാണ് കൊച്ചി തീരത്ത് കപ്പൽ അടുപ്പിക്കാനുള്ള പെർമിഷൻ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. പക്ഷേ 1-ാം തീയതി അവർക്ക് അടുപ്പിക്കാൻ കഴിഞ്ഞില്ല. ഈ ദേന ആക്രമിക്കപ്പെട്ട 4-ാം തീയതിയാണ്
ലവാനും ഇന്ത്യൻ തീരത്തേക്ക് അല്ലെങ്കിൽ കൊച്ചിയുടെ തീരത്ത് അടുപ്പിക്കുന്നു എന്ന കാര്യം പറയുന്നത്. ഏകദേശം മുംബൈയോളം എത്തിയ കപ്പലായിരുന്നു ലവാൻ അടക്കമുള്ളത്. ലവാനോടൊപ്പം തന്നെ ബുഷാർ എന്ന് പറയുന്ന മറ്റൊരു കപ്പൽ കൂടി ഉണ്ടായിരുന്നു. ഈ കപ്പലാണ് നിലവിൽ കൊളംബോയിൽ നങ്കൂരം ഇട്ടിരിക്കുന്നു എന്ന് പറയുന്നത്. ഇവർ അതിൻ്റെ ലവാനാണ് കൊച്ചി തീരത്തേക്കുള്ള പെർമിഷൻ ചോദിച്ചത്. ബുഷാർ ശ്രീലങ്കൻ തീരത്തേക്ക് പോവുകയും ചെയ്തിരുന്നു. ലവാൻ 1-ാം തീയതി തന്നെ അടുപ്പിക്കാമെന്ന് പെർമിഷൻ കൊടുക്കുന്നു. 4-ാം തീയതിയോടുകൂടി അടുപ്പിക്കുന്നു. 4-ാം തീയതി തന്നെ ആ കപ്പലുണ്ടായിരുന്ന കപ്പലിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ളവർക്ക് ഇന്ത്യൻ നേവി എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തത്. വളരെ കോൺഫിഡൻഷ്യലായ ഒരു വിവരമായതുകൊണ്ടാണ് ഇതുവരെ ഇക്കാര്യങ്ങൾ പുറത്തു പറയാതിരുന്നത്. അവസാന ഘട്ടത്തിൽ മാത്രമാണ് നിലവിൽ ഇറാൻ കപ്പൽ ഇന്ത്യൻ തീരത്തുണ്ട് എന്ന കാര്യം അറിയിച്ചിരിക്കുന്നത്. അവർ പൂർണ്ണ സംരക്ഷണയിലാണ് എന്നും കോസ്റ്റ് ഗാർഡും ഇന്ത്യൻ നേവിയും ഈ കപ്പലിന് സംരക്ഷണം ഒരുക്കുന്നുണ്ട് എന്ന കാര്യം കൂടി പറയുന്നുണ്ട്. ഇത് വളരെ കോൺഫിഡൻഷ്യലായ ഒരു കാര്യമായതുകൊണ്ടും രാജ്യസുരക്ഷയെയും അന്തർദേശീയ ബന്ധങ്ങളെയും ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടും കൂടുതൽ വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല. എന്തായാലും ഇവിടെ പരിശീലനത്തിനെത്തിയ ഒരു കപ്പൽ ആക്രമിക്കപ്പെട്ടപ്പോൾ 2 കപ്പലുകൾ ഐറിസ് ബുഷാറും ഐറിസ് ലവാനും സംരക്ഷണമായി തന്നെ സുരക്ഷിതമായി തന്നെ ഉണ്ട് എന്നൊരു വിവരം കൂടിയാണ് നിലവിൽ പുറത്തു വരുന്നത്. അതായത് ദേന ആക്രമിക്കപ്പെട്ട അതേ ദിവസം തന്നെ മറ്റ് 2 കപ്പലുകളെയും പൂർണ്ണമായി സുരക്ഷിതമാക്കാൻ കഴിഞ്ഞു എന്നൊരു കാര്യമാണ് പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. നിലവിൽ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ലാൽകൃഷ്ണ. നേപ്പാളിൽ കാഠ്മണ്ഡു മുൻ മേയറും റാപ്പറുമായ ബലേന്ദ്ര ഷാ നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി വൻ വിജയത്തിലേക്ക്. ബലേന്ദ്ര ഷാ പ്രധാനമന്ത്രിയാകും. 275 അംഗ സഭയിൽ ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കുന്ന 165 സീറ്റിൽ 110 സീറ്റിലും RSP മുന്നിൽ. നേപ്പാളി കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ, യൂണിഫൈഡ് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാവോയിസ്റ്റ് സെന്ററും ഇഴയുന്നുവെന്ന് റിപ്പോർട്ടുകൾ. ജൻസി പ്രക്ഷോഭത്തിന് പിന്നാലെ KP ശർമ്മ ഒലിയുടെ സർക്കാർ നിലം പതിച്ചതിനെ തുടർന്നാണ് നേപ്പാളിൽ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത്. പാർലമെന്റിലെ ബാക്കി 110 സീറ്റ് തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ടിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് വീതിച്ചു നൽകും. മധ്യപൂർവേഷ്യൻ സംഘർഷത്തിനിടെ രാജ്യത്ത് പാചകവാതക സിലിണ്ടറിന്റെ വില കൂട്ടി. ഗാർഹിക പാചകവാതക സിലിണ്ടറിന് 60 രൂപയും വാണിജ്യ സിലിണ്ടറിന് 115 രൂപയുമാണ് കൂട്ടിയത്. പുതിയ വില ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. വിവരങ്ങളുമായി ലാൽകൃഷ്ണയാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. ലാൽ, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഈ സംഘർഷങ്ങൾക്ക് നമ്മൾ സാമ്പത്തികമായി വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ളത് അതിന്റെ ഒരു പ്രതിഫലനമാണല്ലോ ഇപ്പോൾ ആദ്യമായി വന്നിരിക്കുന്നത്. ഇപ്പോൾ ഗാർഹിക ആവശ്യത്തിനും അതേപോലെ തന്നെ വാണിജ്യ ആവശ്യത്തിനുമുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില കൂട്ടിയിട്ടുണ്ട്. അത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരികയല്ലേ? ഇന്നലെ അർദ്ധരാത്രി മുതൽ എന്നുള്ള രീതിയിലാണ് നിലവിൽ കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ക്രിസ്റ്റീന പറഞ്ഞ പോലെ പശ്ചിമേഷ്യൻ പശ്ചാത്തലത്തിൽ നമ്മുടെ രാജ്യങ്ങളെ അല്ലെങ്കിൽ സാധാരണക്കാരെ ഇത് എങ്ങനെ ബാധിക്കുമെന്നുള്ളതിന് ഒരു ഉദാഹരണം കൂടിയാണ് ഈ പാചകവാതക വില വർധനവ് ഉണ്ടാകുന്നത്. സാധാരണഗതിയിൽ എല്ലാ മാസവും 1-ാം തീയതിയാണ് ഇത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ വരാറുള്ളത്, വില കൂട്ടുന്നതും. അങ്ങനെ ഇത്തരത്തിൽ ഈ മാസം മാർച്ച് 1-ാം തീയതി ആകെ വില കൂടിയത് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിനായിരുന്നു. അത് ഏകദേശം 29 രൂപ മാത്രമാണ് അന്ന് വർദ്ധിച്ചത്. മറ്റ് അതായത് ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഗ്യാസിൻ്റെ വിലയിലുള്ള വർധനവോ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പൊടുന്നനെ തന്നെയാണ് ഈ സാഹചര്യം ഇന്നലെ വൈകിട്ടോടു കൂടി തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന സിലിണ്ടറിന് 60 രൂപയും വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന സിലിണ്ടറിന് 115 രൂപയും ഇന്ന് അർദ്ധരാത്രി മുതൽ വർദ്ധിക്കും എന്ന കാര്യമാണ് അറിയിച്ചത്. അത് നിലവിൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. ഇത് ഒരു നഗരത്തിൽ ഏതാണോ വില അവിടെ നിന്ന് മറ്റു നഗരങ്ങളിലേക്ക് പോകുമ്പോൾ പെട്രോളിനുള്ള വില വർധനവ് പോലെ തന്നെ മറ്റിടങ്ങളിലെ വില വർധന ഉണ്ടാവും. ട്രാൻസ്പോർട്ടേഷൻ ചാർജ് അടക്കമുള്ളവ ഇതിൻ്റെ അകത്ത് വരും എന്നുള്ളൊരു കാര്യം കൂടി പ്രധാനമായിട്ടും വരും. അതായത് ഏകദേശം 900 രൂപയ്ക്ക് മുകളിലാണ് നിലവിൽ ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഗ്യാസിൻ്റെ വില ഇനി മുതൽ വരാൻ പോകുന്നത്. ഇത് 14.5 കിലോ ഭാരമുള്ള ഗ്യാസ് കുറ്റികൾക്കാണ്. ഇതിനനുസരിച്ച് ഗ്യാസ് കുറ്റിയുടെയും ഗ്യാസിൻ്റെയും വലിപ്പത്തിനനുസരിച്ച് അതിൻ്റെ അളവിനനുസരിച്ച് വിലയിൽ മാറ്റം വരും. എന്താണെങ്കിലും നേരത്തെ ഉണ്ടായിരുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ അത് സാധാരണക്കാരനെ ബാധിക്കുന്ന രീതിയിലുള്ള വിലവർധന വന്നിട്ടുണ്ട്. ആനുപാതികമായി മറ്റ് സാധനങ്ങളുടെ, അതായത് ഇതുമായി ഉപയോഗിച്ചുകൊണ്ടുണ്ടാകുന്ന മറ്റു സാധനങ്ങളുടെ വിലയിലും വർധന വരാനുള്ള സാധ്യതയുണ്ട്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വിലവർധനം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവുകയില്ല, പൂഴ്ത്തിവയ്പ് ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ആരും ആശങ്കപ്പെടേണ്ടതില്ല എന്ന കാര്യങ്ങളെല്ലാം നേരത്തെ അറിയിച്ചുവെങ്കിലും ആ സാഹചര്യങ്ങളിലെല്ലാം മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് നിലവിൽ ഗ്യാസിൻ്റെ വിലവർധന. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിച്ച പുതുയുഗയാത്ര ഇന്ന് സമാപിക്കും. തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് വൈകിട്ട് 5 മണിക്ക് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഫെബ്രുവരി 6-ന് കാസർഗോഡ് നിന്നും ആരംഭിച്ച യാത്രയുടെ ഭാഗമായി 121 പൊതുസമ്മേളനങ്ങളാണ് നടന്നത്. വിവരങ്ങളുമായി മേഘന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. മേഘന, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് അങ്ങനെ പൊതുയുഗ യാത്ര അതിന്റെ സമാപന സമ്മേളനത്തിലേക്ക് കടക്കുകയാണ്. പക്ഷേ ആ സമാപന വേദിയിൽ ചില സർപ്രൈസുകൾ, ചില വിസ്മയങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്നുണ്ടല്ലോ. അതിനെക്കുറിച്ച് എന്തെങ്കിലും സൂചന കൂടിയുണ്ടോ? ഉന്മേഷ്, ക്രിസ്റ്റീന, പ്രതിപക്ഷ നേതാവ് അവസാന ഘട്ടവും പ്രതികരിക്കുന്നത് ഈ പുതുയുഗ യാത്രയുടെ
സമാപന സമ്മേളന വേദിയിൽ ഒരു സർപ്രൈസ് ഉണ്ടാകും, അതിനെ കാത്തിരിക്കണമെന്ന് തന്നെയാണ്. എന്തായാലും 1 മാസത്തിലധികം നീണ്ടുനിന്ന യാത്രയ്ക്കാണ് ഇന്ന് പുത്തരിക്കണ്ടം മൈതാനത്ത് സമാപനമാകുന്നത്. അതിൽ 4 മണിയോടുകൂടി, ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടി സെക്രട്ടേറിയറ്റിന് മുൻവശത്ത് നിന്നായിരിക്കും അവസാന ജാഥ തുടങ്ങുക. അതിനുശേഷം 5 മണിക്ക് പുത്തരിക്കണ്ടം മൈതാനത്തെത്തും. പിന്നീട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. അതിൽ കോൺഗ്രസ് നേതൃത്വവും അതുപോലെ തന്നെ UDF-ഉം പ്രതിപക്ഷ നേതാവും പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിനുള്ള തുടക്കം കൂടിയായിരിക്കും ഈ സമാപന സമ്മേളനം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രചരണ ജാഥയിലും അതുപോലെ തന്നെ സമ്മേളനങ്ങളിലൊക്കെ നിരവധി സംവാദങ്ങളും അതുപോലെ തന്നെ പല കോൺക്ലേവുകളും സംഘടിപ്പിച്ചു. അങ്ങനെ പല വിധത്തിലും സംവാദവേദിയായി കൂടി പൊതുയുഗ യാത്രയെ മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് UDF ക്യാമ്പ് അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും പറയുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ കണ്ടെത്താനും പരിഹാരം നിർദ്ദേശിക്കാനും സംഘടിപ്പിച്ചിരുന്ന ഹെൽത്ത് കോൺക്ലേവ് അതുപോലെ തന്നെ ബിസിനസ് കോൺക്ലേവ്, അങ്ങനെ അതിന്റെ പ്രകാശനം അടക്കമുള്ള കാര്യങ്ങളും ഇന്ന് സമാപന സമ്മേളനത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നലെയാണ് രാഹുൽ ഗാന്ധി തെക്കൻ കേരളത്തിൽ എത്തുന്നത്. അതിനുശേഷമുള്ള ഒരു രാഷ്ട്രീയ പ്രസംഗവും ഇന്ന് സമാപന വേദിയിൽ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ 121 സമ്മേളനങ്ങളാണ് ഈ 1 മാസ കാലയളവിൽ പുതുയുഗ യാത്രയുടെ ഭാഗമായി ഉണ്ടായിരുന്നത്. അതിന്റെ ഒരു സമാപനം, അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിന്റെ ഒരു സ്ഥാനാർത്ഥി പട്ടിക അടക്കം ഉടൻ ഉണ്ടാകും. അതിന് മുന്നോടിയായുള്ള പ്രചരണങ്ങളുടെ തുടക്കം കൂടിയാണ് ഇന്ന് പുത്തരിക്കണ്ടം മൈതാനത്ത് ഉണ്ടാകുക എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത്. ശരി, മേഘന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ കൌൺസിലർ R ശ്രീലേഖ BJP സ്ഥാനാർത്ഥിയാകും. ശ്രീലേഖയോട് മണ്ഡലത്തിൽ സജീവമാകാൻ BJP നിർദ്ദേശിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായുള്ള ചുവരെഴുത്തിന് വട്ടിയൂർക്കാവിൽ R ശ്രീലേഖ ഇന്ന് തുടക്കമിടും. മുതിർന്ന പല BJP നേതാക്കളും കണ്ണുവെച്ച മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. മത്സരരംഗത്തേക്കില്ലെന്ന് R ശ്രീലേഖ പ്രഖ്യാപിച്ചെങ്കിലും നേതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി എന്നാണ് വിവരം. സിറ്റിംഗ് MLA VK പ്രശാന്താണ് ഇടത് സ്ഥാനാർത്ഥി. കോൺഗ്രസ് KA മുരളീധരനെ കളത്തിലിറക്കുന്നതോടെ സംസ്ഥാനത്തെ എല്ലാവരും ഉറ്റുനോക്കുന്ന മണ്ഡലമായി വട്ടിയൂർക്കാവ് മാറും. മുൻ ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് കേരള രാഷ്ട്രീയത്തിലേക്ക്. BJP തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ CV ആനന്ദബോസ് സജീവമാകും. BJP ദേശീയ നേതൃത്വവുമായി ചർച്ചകൾ നടത്തിയ ശേഷമാകും ചുമതലകളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാവുക. ഡൽഹിയിൽ തുടരുന്ന CV ആനന്ദബോസ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടിയിട്ടുണ്ട്. രാജ്യാന്തര വനിതാ ദിനത്തോടനുബന്ധിച്ച് ഫ്ലവേഴ്സും 24ഉം സംയുക്തമായി സംഘടിപ്പിക്കുന്ന KP നമ്പൂതിരീസ് പിങ്ക് മിഡ് നൈറ്റ് റൺ ഇന്ന് കൊച്ചി ദർബാർ ഹാൾ ഗ്രൌണ്ടിൽ രാത്രി 9-നാണ് പിങ്ക് മിഡ് നൈറ്റ് റണ്ണിന്റെ 4ാം എഡിഷൻ ആരംഭിക്കുക. KP നമ്പൂതിരീസും ജോയ് ആലുക്കാസും കേരള ടൂറിസവുമാണ് പിങ്ക് മിഡ് നൈറ്റ് റണ്ണിന്റെ മുഖ്യ സ്പോൺസേഴ്സ്. പ്രതീക്ഷകളുടെ ചുവടുമായി വനിതാ മുന്നേറ്റത്തിന് കരുത്തു പകരാൻ വീണ്ടും വേദിയൊരുക്കുകയാണ് ഫ്ലവേഴ്സും 24ഉം. ജനകീയ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ 3 പതിപ്പുകൾക്കു ശേഷം KP നമ്പൂതിരീസ് പിങ്ക് മിഡ് നൈറ്റ് റൺ 4ാം എഡിഷന് ഇനി മണിക്കൂറുകൾ മാത്രം. കൂടുതൽ ആവേശം, കൂടുതൽ ആഘോഷം. KP നമ്പൂതിരീസും ജോയ് ആലുക്കാസും കേരള ടൂറിസവുമാണ് പിങ്ക് മിഡ് നൈറ്റ് റണ്ണിന്റെ മുഖ്യ സ്പോൺസേഴ്സ്. സ്ത്രീ സുരക്ഷയും സമത്വവും മുൻനിർത്തി നടത്തുന്ന പരിപാടിയായതിനാലാണ് എല്ലാ വർഷവും കൃത്യമായി സഹകരിക്കുന്നതെന്ന് KP നമ്പൂതിരീസ് MD K ഭവദാസൻ. പിങ്ക് മിഡ് നൈറ്റ് റൺ എന്ന് പറയുന്നത് കഴിഞ്ഞ 4 വർഷവും ഞങ്ങൾക്ക് വളരെ നല്ലൊരു റെസ്പോൺസ് കിട്ടിയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. ഇതെല്ലാവർക്കും കാണാവുന്നതും എല്ലാവർക്കും ആസ്വദിക്കാവുന്നതുമായിട്ടുള്ളൊരു വലിയ പ്രോഗ്രാമായിട്ടാണ് ഈ 4 വർഷത്തെ ഈ പ്രോഗ്രാമിനെ ഞങ്ങൾ നോക്കിക്കാണുന്നത്. 2 വിഭാഗങ്ങളിലായാണ് മത്സരം. ആദ്യ വിഭാഗത്തിൽ 15-നും 30-നും ഇടയിലുള്ളവരും 2ാം വിഭാഗത്തിൽ 30-ന് മുകളിലുള്ളവരും മത്സരിക്കും. വിജയികളെ കാത്തിരിക്കുന്നത് ക്യാഷ് പ്രൈസ് അടക്കമുള്ള സമ്മാനങ്ങൾ. കൊച്ചി ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ രാത്രി 8 മണിക്ക് പരിപാടികൾക്ക് തുടക്കമാകും. കൃത്യം 9 മണിക്ക് പിങ്ക് മിഡ് നൈറ്റ് റൺ തുടങ്ങും. കലാ, സാമൂഹ്യ, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർക്കൊപ്പം 24ലെ അവതാരകരും ഫ്ലവേഴ്സ് ഫാമിലിയിലെ താരങ്ങളും വർണ്ണാഭമായ ചടങ്ങിൽ പങ്കെടുക്കും. സ്ത്രീകളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപന വേദിയായ KP നമ്പൂതിരീസ്
പിങ്ക് മിഡ്നൈറ്റ് റണ്ണിലേക്ക് എല്ലാ വനിതകൾക്കും സ്വാഗതം. ന്യൂസ് ഡെസ്ക് 24. ഇനി ഇന്നത്തെ പ്രധാന വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി 24ന്റെ പ്രതിനിധികൾ വിവിധയിടങ്ങളിൽ നിന്ന് പ്രേക്ഷകർക്കൊപ്പം ചേരുന്ന സമയമാണ്. തിരുവനന്തപുരത്ത് നിന്ന് മേഘന മുരളിയും കൊച്ചിയിൽ നിന്ന് ലാൽകൃഷ്ണയും ചേരും. ആദ്യം നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. അവിടെ മേഘനയുണ്ട്. മേഘന, വെരി ഗുഡ് മോർണിംഗ് അഗെയിൻ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കം സജീവമാക്കുകയാണല്ലോ മുന്നണികൾ. ഒപ്പം തന്നെ പൊൻകാലയുമായി ബന്ധപ്പെട്ട മാലിന്യ സംസ്കരണ വിവാദം അതെങ്ങനെ ചൂടുപിടിച്ചു നിൽക്കുമ്പോൾ അത് ഏത് രീതിയിലായിരിക്കും നേരിടുന്നത്? ക്രിസ്റ്റീന, 3 പ്രധാനപ്പെട്ട മുന്നണികളും തിരഞ്ഞെടുപ്പിന്റെ ട്രാക്കിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. അതിൽ ഇനി സ്ഥാനാർത്ഥി പട്ടിക വരിക എന്നുള്ളത് തന്നെയാണ്. അതിന്റെ അവസാനഘട്ട തീരുമാനങ്ങളിലേക്കും പ്രഖ്യാപനങ്ങളിലേക്കും ഒക്കെ തന്നെയാണ് മുന്നണികൾ കടക്കുകയും ചെയ്യുന്നത്. അതിൽ CPM അതുപോലെ തന്നെ LDFും BJPയും UDFും അടക്കമുള്ള മുന്നണികൾ അവരുടെ പ്രചരണം ഏകദേശം അത് ഔദ്യോഗിക പ്രഖ്യാപനം വന്നില്ലെങ്കിലും തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അതുപോലെ CPMനെ സംബന്ധിച്ചിടത്തോളം തലസ്ഥാനത്തെ 10 സിറ്റിംഗ് MLAമാരും മത്സരിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്നത്. അതിൽ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റും അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റിയും സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകി എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. 10 സിറ്റിംഗ് MLAമാരെയും മത്സരിപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. അതുപോലെ തന്നെ ബാക്കി ഘടകകക്ഷികൾക്കും വിട്ടു നൽകും. അതിൽ അവസാനഘട്ട തീരുമാനമടക്കം അതിന് അംഗീകാരം നൽകി എന്നുള്ളതാണ് CPM ക്യാമ്പിൽ നിന്ന് LDF ക്യാമ്പിൽ നിന്ന് വ്യക്തമാകുന്നത്. അതുപോലെ തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം ശാസ്തമംഗലം കൌൺസിലർ കൂടിയായിട്ടുള്ള മുൻ DGP ശ്രീലേഖ മത്സരിക്കാൻ ഇറങ്ങുന്നു എന്നുള്ളതാണ് BJPയിലെ ഏറ്റവും പുതിയ വാർത്ത വരുന്നത്. അതിൽ വട്ടിയൂർക്കാവിലായിരിക്കും മുൻ DGP മത്സരിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് വട്ടിയൂർക്കാവിൽ പ്രചരണത്തിനിറങ്ങും. അത് ചുവരെഴുത്തിനടക്കം ശ്രീലേഖ നേരിട്ടിറങ്ങുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട പരിപാടികളും ഇന്നുണ്ട്. അതുപോലെ തന്നെ UDF ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം UDFിൽ ഈ പുതിയുഗ യാത്രയുടെ സമാപനം അത് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തുടക്കമാക്കാനാണ് UDF ക്യാമ്പ് ലക്ഷ്യം വെക്കുന്നത്. അങ്ങനെ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ ലോഞ്ചിങ് രാഹുൽ ഗാന്ധിയെ കൊണ്ട് നിർവഹിക്കാനാണ് UDF ക്യാമ്പ് ലക്ഷ്യം വെക്കുന്നത്. അങ്ങനെ എല്ലാ തരത്തിലും 3 പ്രധാനപ്പെട്ട മുന്നണികളും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ആ ഒരു ട്രാക്കിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. അതുപോലെ തന്നെ എല്ലാ പാർട്ടികളുടെയും ഘടകകക്ഷികളും ഇത്തരത്തിൽ സീറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെയാണ്. അങ്ങനെ കൂടാതെ UDFിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉഭയകക്ഷി ചർച്ച കേരള കോൺഗ്രസ് ജോസഫുമായി അടക്കമുള്ള ഒരു ഉഭയകക്ഷി ചർച്ചയും ഇന്ന് തലസ്ഥാനത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ തെരഞ്ഞെടുപ്പ് രംഗം നോക്കുമ്പോൾ അതിൽ ഇത്തരത്തിൽ സജീവ പ്രചരണങ്ങൾ നടക്കുന്നത് തന്നെയാണ്. അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ് തലസ്ഥാനത്തെ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട നഗര ശുചീകരണം. അത് നഗര ശുചീകരണം കൃത്യമായ രീതിയിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇടതുപക്ഷം പറയുന്നത്. അത് ഇടതുപക്ഷം കോർപ്പറേഷൻ ഭരിക്കുന്ന സമയത്ത് കൃത്യമായി നടന്നിരുന്ന ശുചീകരണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ അതിലൊരു പ്രശ്നം വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇടതുപക്ഷം. അത് ഇന്നലെ മന്ത്രി ശിവൻകുട്ടി അടക്കം ഒരു അന്വേഷണത്തിനടക്കം ഉത്തരവിട്ടിരുന്നു. പിന്നീട് അതിൽ VV രാജേഷിന്റെ കോർപ്പറേഷൻ മേയറുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് ഈ ട്രസ്റ്റിന്റെ പരിധിയിലുള്ള സ്ഥലത്ത് മാത്രമായിരുന്നു ശുചീകരണം നടക്കാതിരുന്നത്. അത് ചെയ്യേണ്ടത് കോർപ്പറേഷൻ അല്ല, അത് ആറ്റുകാൽ ട്രസ്റ്റ് ആണ് എന്നുള്ളതാണ്. മറ്റ് കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു. എല്ലാ തരത്തിലും 100% ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി എന്നുള്ളതാണ്. രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ള കാര്യമാണ് കോർപ്പറേഷനും മേയറും പറയുന്നത്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ശുചീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ നടക്കുന്നു. അതുപോലെ തന്നെ ഒരു വശത്ത് പല സ്ഥലത്തും ഇപ്പോഴും ശുചീകരണം നടക്കാനുണ്ട്. ട്രസ്റ്റിന്റെ ഭാഗത്ത് ചില സ്ഥലങ്ങളിൽ ശുചീകരണം നടക്കാനുണ്ട് എന്നുള്ള കാര്യവും വസ്തുതയാണ്. എന്തായാലും ഒരു അന്വേഷണത്തിന് മന്ത്രി V ശിവൻകുട്ടി ഉത്തരവിട്ടിട്ടുണ്ട്. അതിന്റെ അന്വേഷണ റിപ്പോർട്ട് അടക്കം ഇന്ന് വരാനിരിക്കുന്നു. ശരി, മേഘന മുരളിയാണ് തെക്കൻ കേരളത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. ഇനി കൊച്ചിയിലേക്കാണ് ലാൽകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ലാൽ, ഗുഡ് മോർണിംഗ് അഗെയിൻ. എന്തൊക്കെ പ്രധാനപ്പെട്ട വാർത്തകൾ ഇന്ന് മധ്യ കേരളത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു ലാൽ? പ്രധാനമായിട്ടും മുഖ്യമന്ത്രിയുടെ സന്ദർശനമാണ് മധ്യകേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. 10 മണി മുതൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക പരിപാടികൾ തുടങ്ങും. ആലപ്പുഴയിലാണ് ആദ്യത്തെ പരിപാടിയുള്ളത്. ആലപ്പുഴ നഗരത്തിലെ പരിപാടികൾക്ക് ശേഷം കൊച്ചിയിലേക്ക് എത്തുന്നതാണ് അദ്ദേഹം. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് ഹൈക്കോടതിയിൽ അദ്ദേഹം ചൂടുകൂടി തുടക്കം കുറിക്കും. അതിനുശേഷം ചെല്ലാനത്ത് അദ്ദേഹത്തിന് ഈ ടെട്രോപാഡ് നിർമ്മാണത്തിന്റെ 2ാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം പൂർത്തിയാക്കാനുണ്ട്. വൈകിട്ടോടുകൂടിയാണ് യുദ്ധവിരുദ്ധ റാലി. 5:30 മറൈൻ ഡ്രൈവിലാണ്. ഏകദേശം 2000-ലേറെ ആളുകൾ അതിനകത്ത് പങ്കെടുക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. സംസ്ഥാന ഒട്ടാകെ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള മധ്യമേഖലയിലെ പരിപാടി കൂടിയാണ് മറൈൻ ഡ്രൈവിൽ നടക്കുന്ന യുദ്ധവിരുദ്ധ റാലി എന്ന് പറയുന്നത്. സാമൂഹിക രംഗത്തു നിന്നുള്ള പലരടക്കമുള്ള ആളുകൾ അതിൻ്റെ അകത്തുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അതിന് തൊട്ട് പിന്നാലെ ഉച്ചയ്ക്ക് 12:30 കൂടി തന്നെ ഹയാത്തിൽ ഇന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഒരു പത്രസമ്മേളനം നടക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് അവലോകനവും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടത്തിയ പരിശോധനയുടെ വിശദാംശങ്ങളടക്കമുള്ള കാര്യങ്ങളും അദ്ദേഹം സംസാരിക്കും. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കൊച്ചിയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെ പല ഉദ്യോഗസ്ഥരുമായിട്ട് അദ്ദേഹം ചർച്ച നടത്തിയിരുന്നു. പ്രത്യേകിച്ച് ലോ ആൻഡ് ഓർഡർ വിഭാഗത്തിലും നിയമജ്ഞരുമായിട്ടും
സാമാജികരുമായിട്ടും എല്ലാം അദ്ദേഹത്തിൻ്റെ ചർച്ചകൾ പൂർത്തിയായതാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെല്ലാം തരത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ട്, ഏതെല്ലാം കാര്യങ്ങൾ ഇനി പരിഗണിക്കുന്നുണ്ട് എന്ന കാര്യങ്ങൾ കൂടിയായിരിക്കും പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാവുക. തുടർന്ന് വൈകിട്ടോടുകൂടി അദ്ദേഹം തിരിച്ചു പോകും എന്നൊരു കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. മറ്റൊന്ന് എന്ന് പറയുന്നത് അങ്കമാലിയിലുണ്ടായ അപകടവുമായി ബന്ധപ്പെട്ടുള്ള സിറിയക് ജോർജിൻ്റെ അറസ്റ്റിന് ശേഷമുള്ള തുടർ നടപടികളാണ്. ഇന്നലെ വൈകിട്ട് വൈദ്യപരിശോധനയ്ക്കടക്കം സിറിയക്കിനെ ഹാജരാക്കിയിരുന്നു. ഈ വൈദ്യപരിശോധനയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ BP ലെവലിൽ കാര്യമായ വ്യത്യാസമുണ്ട് എന്ന് കണ്ടതിനെ തുടർന്ന് അവിടെ തന്നെ അഡ്മിറ്റ് ചെയ്ത് പ്രാഥമിക ചികിത്സ നൽകിയിരുന്നു. ശേഷം മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നുള്ളതാണ് അറിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പിതാവിന് ജാമ്യം കിട്ടി പോവുകയും ചെയ്തിരുന്നു. ആ കേസിൻ്റെ തുടർ നടപടികളും മറ്റു കാര്യങ്ങളും ഇന്നുണ്ടാകും. മാത്രമല്ല അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം അടക്കമുള്ളത് പരിഗണിക്കാനിരിക്കെയാണ് അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോയത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് പോലീസ് നൽകുന്ന കൂടുതൽ വിശദീകരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങളും ഇന്നത്തെ ദിവസം സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റുള്ളത് എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല പാർട്ടികളുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചകളും അവരുടെ സീറ്റ് നീക്കുപോക്കുകളും സംബന്ധിച്ചിടത്തോളമാണ്. CPI-യുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലെല്ലാം തീരുമാനമായിട്ടുണ്ട് എങ്കിൽ പോലും കോട്ടയം അടക്കമുള്ള നഗരങ്ങളിൽ കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങളിൽ അന്തിമ ധാരണയിലെത്തും എന്ന കാര്യം കൂടി അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ലാൽകൃഷ്ണയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് വലിയങ്ങാടിയിൽ കോർപ്പറേഷന്റെ കെട്ടിടം തകർന്ന് 4 പേർ മരിച്ചത് നമ്മൾ ആരും മറന്നിട്ടില്ല. കാലപ്പഴക്കം ചെന്ന കെട്ടിടം തകർന്നു വീഴുകയായിരുന്നു. ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കരുതെന്ന് ആഗ്രഹിക്കുമ്പോഴും അതിനുള്ള സാധ്യതകൾ അവശേഷിക്കുന്നുണ്ട് എന്ന് പറയേണ്ടി വരുന്നത് അങ്ങേയറ്റം വിഷമകരമാണ്. കോഴിക്കോട് സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ഭാഗ്യക്കുറി ഓഫീസ്, ജില്ലാ ലോട്ടറി ക്ഷേമനിധി ഓഫീസ് എന്നിവയുടെ അവസ്ഥയാണിത്. ജീവൻ പണയം വെച്ചാണ് ഇവിടെ ജീവനക്കാർ ജോലി ചെയ്യുന്നത്. ജില്ലാ ലോട്ടറി ക്ഷേമനിധി ഓഫീസിൽ കഴിഞ്ഞ വർഷം മാർച്ച് 1-ന് കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണതാണ്. ക്ഷേമനിധി ബോർഡ് ചെയർമാനെ അറിയിക്കുകയും ബോർഡ് മെമ്പർമാരെ എന്നെ വിവരം അറിയിച്ച് അവരിവിടെ വരികയും നേരിട്ട് കണ്ടിട്ട് എത്രയും വേഗം ഇത് പരിഹരിക്കാമെന്ന് പറയുകയും 1 വർഷം ഇന്ന് കഴിഞ്ഞിട്ടും ഇന്ന് വരെ അതിൻ്റെ ഒരു ശോചനീയാവസ്ഥ പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. ജില്ലാ ലോട്ടറി ഓഫീസിലെ ശുചിമുറിക്ക് മുകളിലാണ് കോൺക്രീറ്റ് പാളി അടർന്നു നിൽക്കുന്നത്. പരിഹാരമുണ്ടാക്കാനായില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകാനാണ് ഓൾ കേരള ലോട്ടറി ഏജന്റ് ആൻഡ് സെല്ലേഴ്സിന്റെ തീരുമാനം. വലിയങ്ങാടിയിൽ കെട്ടിടാപകടമുണ്ടായതോടെ ഭീതിയിലാണ് ലോട്ടറി ക്ഷേമനിധി ഓഫീസ് ജീവനക്കാർ. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ക്യാമറാമാൻ രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം വർഷ ഗിരീഷ്, 24 കോഴിക്കോട്. സ്വകാര്യ മേഖലയിലെ നഴ്സസിന്റെ അടിസ്ഥാന ശമ്പളം 40,000 രൂപ ആക്കുന്നതുവരെ സമരം തുടരുമെന്ന് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ. കോഴിക്കോട് നടക്കുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷം തുടർ തീരുമാനമെടുക്കുമെന്നും സംഘടന അറിയിച്ചിട്ടുണ്ട്. മേഘ്ന മുരളിയാണ് വീണ്ടും തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. മേഘ്ന, 28,000 രൂപയായി അടിസ്ഥാന ശമ്പളം ഉയർത്തിക്കൊണ്ടുള്ള വിജ്ഞാപനം വരാനിരിക്കെയാണ് ഈ ഒരു തീരുമാനം യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നിലപാടിൽ മാറ്റമില്ല. 40,000 എന്ന അടിസ്ഥാന ശമ്പളത്തിലേക്ക് എത്തിക്കണമെന്ന ആവശ്യമാണല്ലോ ഉന്നയിക്കുന്നത്. ക്രിസ്ത്യന, അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്വകാര്യ മേഖലയിലെ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർ സമരത്തിലാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, തൊഴിൽ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനം ഉണ്ടാകുന്നത്. അത് ഇപ്പോഴത്തെ അടിസ്ഥാന ശമ്പളത്തിൽ നിന്നും 28,000 രൂപയാക്കി ശമ്പളം ഉയർത്തും എന്നുള്ളൊരു തീരുമാനമാണ് സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ പ്രത്യേക അലവൻസും അനുവദിക്കും. അങ്ങനെയാണെങ്കിൽ 30,000 വരെ ഈ ശമ്പളം എത്താമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കണക്കുകൂട്ടൽ വരുന്നത്. പക്ഷേ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ പ്രതികരിക്കുന്നത് ഇപ്പോൾ അവരുടെ ആവശ്യം അല്ലെങ്കിൽ അവരുടെ സമരാവശ്യം എന്ന് പറയുന്നത് അതല്ല, അല്ലെങ്കിൽ 28,000 അല്ല എന്നുള്ളതാണ്. 40,000 രൂപയാക്കി ശമ്പളം വർദ്ധിപ്പിക്കണം, അതുവരെ സമരം തുടരുമെന്നുള്ളതാണ് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ പറയുകയും ചെയ്യുന്നത്. 28,000 രൂപയാക്കി വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം ഇന്ന് പുറത്തിറങ്ങാനിരിക്കെയാണ് ഈ തീരുമാനവും വരുന്നത്. അതിൽ ഇന്ന് കോഴിക്കോട് വെച്ച് സംസ്ഥാന കമ്മിറ്റി ചേരും. അതിനുശേഷം ഏതെങ്കിലും തരത്തിൽ തുടർ തീരുമാനം എന്താണ് എന്നുള്ളത് അറിയിക്കും എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ പറയുന്നത്. എന്തായാലും സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള തീരുമാനം എന്ന് പറയുന്നത് 800-ലധികം കിടക്കകളുള്ള ആശുപത്രികളിൽ 40,000 വരെ ആക്കാം, അല്ലെങ്കിൽ 28,000 വരെയാണ് അടിസ്ഥാന ശമ്പളം എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു തീരുമാനം. അതിന് 60 ദിവസം വരെ ഒരു കരട് വിജ്ഞാപനമായിട്ടാണ് ഇത് ഇറക്കുക. അതിനുശേഷം 60 ദിവസം വരെ എന്തെങ്കിലും തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കാനുള്ള ഒരു സമയം കൂടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ മാനേജ്മെന്റുകൾ ഈ ഒരു ശമ്പള വർധനവിനെ അടക്കം അംഗീകരിക്കാനിടയില്ല എന്നുള്ള കാര്യം കൂടി, അല്ലെങ്കിൽ വസ്തുത കൂടി മുന്നിലുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് സമരം തുടരുമെന്നുള്ള കാര്യം നഴ്സുമാരുടെ സംഘടന പറയുന്നത്. മേഘ്ന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്.
തൃശൂർ നഗര സൗന്ദര്യം ആസ്വദിച്ച് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെത്താൻ ഇനി ഡബിൾ ഡെക്കർ ബസ്സും. കെഎസ്ആർടിസിയുടെ പ്രത്യേക ഡബിൾ ഡെക്കർ ബസിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ നിർവഹിച്ചു. യാത്രക്കാർക്ക് ആവശ്യമെങ്കിൽ സുവോളജിക്കൽ പാർക്കിനകത്തുകൂടിയും സർവീസ് നടത്താൻ തയ്യാറാണെന്നാണ് കെഎസ്ആർടിസി അധികൃതർ അറിയിച്ചിട്ടുള്ളത്. തൃശൂരിൽ നിന്ന് ശ്രീകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മന്ത്രി കെ.ബി. ഗണേഷ് കുമാറാണ് അല്പസമയം മുൻപ് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലുള്ള ഈ ഒരു വാഹനം കെഎസ്ആർടിസി ബസ് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം ഫ്ലാഗ് ഓഫ് ചെയ്തു. അതിനുശേഷം ഈ വാഹനം ഏതാണ്ട് ഒരു 200 മീറ്റർ അപ്പുറത്തേക്ക് അദ്ദേഹം തന്നെയാണ് ഓടിച്ച് ഉദ്ഘാടനം ചെയ്തത്. ഇതിന് മുകളിലേക്ക് അദ്ദേഹം കയറി. ഇനി വിശാലമായ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഇതിന് മുകളിലേക്ക് കയറുകയാണ്. ഈ വാഹനം അതായത് ഈ കെഎസ്ആർടിസി ഡബിൾ ഡെക്കർ ബസ്സാണ്. ഇത് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്കാണ് ഇത് നേരെ യാത്ര. തൃശ്ശൂർ കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിൽ നിന്ന് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്കാണ് യാത്ര ചെയ്യുന്നത്. മന്ത്രി അദ്ദേഹം മുകളിലിരുന്ന് യാത്ര ചെയ്യുമെന്നാണ് പറയുന്നത്. ഇവിടെ മന്ത്രി നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. റവന്യൂ മന്ത്രി കെ രാജനൊപ്പം അദ്ദേഹം യാത്ര ചെയ്യുകയാണ്. വണ്ടി സൂപ്പറല്ലേ, നല്ല ഉഗ്രം വണ്ടിയാണ്. സൗണ്ടൊന്നുമില്ല, പൊല്യൂഷൻ ഇല്ല, വണ്ടി വളരെ കംഫർട്ടബിൾ ആണ്. എല്ലാ വീലും എയർ സസ്പെൻഷനാണ്. ഒരു ഓൾവോ ബസ്സിനേക്കാളും വിലയുണ്ട്. നമ്മൾ സാധാരണ ഓടിക്കുന്ന ഓൾവോ ബസ്സിന് എയർ സസ്പെൻഷനും എല്ലാ സൗകര്യമുള്ള അതിനേക്കാൾ വില കൂടിയതാണ് ഈ വണ്ടി. ഇതൊരു ടൂറിസം എന്ന നിലയിൽ വളരെ നല്ല അട്രാക്ഷൻ ആയിരിക്കും. നല്ല ആത്മവിശ്വാസത്തോടെയാണ് സർവീസ് ആരംഭിക്കുന്നത്. അടിപൊളി. ബഹുമാനപ്പെട്ട മന്ത്രി ഓടിക്കുന്നതിൻ്റെ ചേർന്ന് നിന്ന് നോക്കി, ഒരു ശബ്ദവും ഇല്ല, ഒരു അനക്കവും ഇല്ല. മന്ത്രി നന്നായിട്ട് വണ്ടി ഓടിക്കുന്നുള്ളതുകൊണ്ട് മാത്രമല്ല, വണ്ടി സൂപ്പറാണ്. ഇത് ഒരു സുവോളജിക്കൽ പാർക്കിൻ്റെ പ്രൊമോഷനിൽ ഒരു വലിയ ഘടകമായിരിക്കും ഇത്. കാരണം ആളുകൾക്ക് രാവിലെ മന്ത്രി പറഞ്ഞതനുസരിച്ച് രാവിലത്തെ സമയത്ത് ഇവിടെ വന്നാലും ഈ കാഴ്ചകൾ കാണാനും, പിന്നെ തൃശ്ശൂർ നഗരത്തിന് എല്ലാ ഘട്ടത്തിലും ഉത്സവമല്ലേ. പള്ളി പെരുന്നാൾ, അമ്പലത്തിലെ ഉത്സവങ്ങൾ, ഓണത്താല, അങ്ങനെ നിറച്ചു പരിപാടികൾ എല്ലാത്തിനും ആളുകൾക്ക് വരാം. അതെ 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 അതെ, ഉഷാറാണ്. സന്തോഷം. പുലികളിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ പോകും. ഇതിന് മുകളിൽ നിന്നുള്ള കാഴ്ച വളരെ ഡിഫറൻ്റ് ആയിരിക്കും. വടക്കനാഥ ക്ഷേത്രത്തെ ചുറ്റി വരുന്ന റൗണ്ടിലൊക്കെ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച വളരെ വ്യത്യസ്തമായിരിക്കും. നിങ്ങൾ തന്നെ അതൊന്ന് ക്യാമറയിൽ പകർത്തി നോക്കുമ്പോൾ മനസ്സിലാവും. സന്ദീപ് കോലഴിക്കൊപ്പം ശ്രീകുമാരൻ, 24 തൃശൂർ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ഇന്ന് മാധ്യമങ്ങളെ കാണും. തെരഞ്ഞെടുപ്പ് സാഹചര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കും. ഇന്ന് ഉച്ചയ്ക്ക് 12:30 കൊച്ചിയിലാണ് വാർത്താ സമ്മേളനം. തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഉദ്യോഗസ്ഥ തല ചർച്ചകൾ നടന്നിരുന്നു. 2001-2004 കാലഘട്ടത്തിൽ എറണാകുളം ജില്ലാ കളക്ടറായിരുന്നു ജ്ഞാനേഷ് കുമാർ. മധ്യപൂർവേഷ്യയിലെ സംഘർഷത്തിനിടെ ബഹ്റൈനിലാകെ 33 ഷെൽട്ടറുകൾ തയ്യാർ. 13,000-ഓളം ആളുകളിലേക്ക് സഹായം എത്തിക്കാനായി ഷെൽട്ടറുകൾ പ്രവർത്തിക്കുന്നുണ്ട്. മുഹമ്മദ് റഹീസ് ഇപ്പോൾ ദുബായിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മുഹമ്മദ് റഹീസ്, എന്തൊക്കെയാണ് ഈ സംഘർഷ സാഹചര്യം സംബന്ധിച്ച പുതിയ വിവരങ്ങൾ? മുഹമ്മദ് റഹീസ്. ഉന്മേഷ്, നിലവിൽ ഇപ്പോൾ ബഹ്റൈനിൽ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഏതാണ്ട് ഒരു 45 മിനിറ്റ് മുൻപാണ് ഈ അപായ സൈറൺ മുഴങ്ങിയത്. അപായ സൈറൺ മുഴങ്ങി ആളുകൾ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണം എന്നുള്ള അറിയിപ്പ് ലഭിച്ചു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ എന്തായാലും ഈ ബഹ്റൈനെ സംബന്ധിച്ചിടത്തോളം ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. അതായത് ആകെ 33 ഷെൽട്ടറുകൾ ബഹ്റൈനിൽ തയ്യാറായിട്ടുണ്ട്. 13 ഷെൽട്ടറുകൾ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഏതാണ്ട് 13,000-ഓളം ആളുകളിലേക്ക് സഹായങ്ങൾ എത്തിക്കാനായി, അതായത് വൈദ്യസഹായവും ഒപ്പം തന്നെ മറ്റ് ഈ ജനവാസ മേഖലയിൽ നടത്തിയ പ്രവർത്തനങ്ങളെല്ലാം കൂടി ചേർത്ത് 13,000-ഓളം ആളുകളിലേക്ക് തങ്ങൾ ഇറങ്ങി ചെന്നിട്ടുണ്ട് ഈ ഒരാഴ്ചക്കിടയിൽ എന്നുള്ള വിവരമാണ് ബഹ്റൈന്റെ ഈ ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുന്നത്. ഒപ്പം തന്നെ അവിടുത്തെ സേന കൃത്യമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഈ ശബ്ദങ്ങളും മറ്റുമൊക്കെ കേട്ട് കഴിഞ്ഞാൽ അതിൽ പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല. ഈ സ്ഫോടനങ്ങളൊക്കെയും നടക്കുന്നത് അത് ഇന്റർസെപ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് സ്ഫോടനങ്ങൾ നടക്കുന്നത്. അല്ലാതെ മറിച്ച് ഈ തരത്തിൽ ഏതെങ്കിലും ജനവാസ മേഖലയിൽ ഈ ഡ്രോണുകളോ മിസൈലുകളോ വീണ് ആക്രമണം ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ടല്ല എന്നുള്ള വിവരം കൂടി അറിയിക്കുന്നുണ്ട്. എന്തായാലും വിപുലമായ ഒരുക്കങ്ങളാണ് ബഹ്റൈനിൽ എടുത്തിട്ടുള്ളത്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു പൊതു ഇടങ്ങളിൽ കൂടി നിൽക്കുമ്പോൾ അവിടെ അത് കൂടി നിൽക്കാൻ പാടില്ല എന്നുള്ളൊരു റൂള് അല്ലെങ്കിൽ അത്തരത്തിലൊരു നിയന്ത്രണം ഇതുവരെ എവിടെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ബഹ്റൈനിൽ ഇത്തരത്തിലൊരു നിയന്ത്രണം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അത് ഇന്നലെ ഉണ്ടായ തുടർച്ചയായ ആക്രമണങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ്. ഇന്നലെ പുലർച്ചെയും ഒപ്പം തന്നെ ഇന്നലെ വൈകിട്ടുമൊക്കെ ബഹ്റൈനിൽ കാര്യമായിട്ടുള്ള ആക്രമണം ഉണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് നിലവിൽ എന്തായാലും ഇപ്പോൾ ഈ തരത്തിൽ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നതിനെ വിലക്കുന്നതും ഒപ്പം തന്നെ ഈ പുതിയ ഷെൽട്ടറുകൾ തുറക്കുകയും വിപുലമായി തന്നെ രക്ഷാപ്രവർത്തനവും ഒപ്പം തന്നെ ആളുകളെ സുരക്ഷിതരാക്കുന്ന പ്രവർത്തനവും തുടരുന്നത്. ഉന്മേഷ്. മുഹമ്മദ് റഹീസാണ് ദുബായിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.
ഇനി ചില കായിക വാർത്തകളിലേക്കാണ്. ISLൽ ആദ്യ ജയം ലക്ഷ്യമിട്ട കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങും. രാത്രി 7:30 കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ചെന്നൈയിൻ FC ആണ് എതിരാളികൾ. ആദ്യ 3 കളിയും തോറ്റ ബ്ലാസ്റ്റേഴ്സ് ഒറ്റ പോയിന്റ് പോലും നേടാനാകാതെ 12ാം സ്ഥാനത്താണ്. ചെന്നൈയിന്റെയും ലക്ഷ്യം ആദ്യ ജയമാണ്. 3 കളിയിൽ 1 പോയിന്റുള്ള ചെന്നൈയിൻ 11ാം സ്ഥാനത്താണ് നിലവിൽ. ഇന്ത്യൻ ഫുട്ബോൾ ലീഗിൽ ഗോകുലം കേരള FCക്ക് ഇന്ന് ആദ്യ ഹോം മാച്ച്. വൈകിട്ട് 4-ന് മലപ്പുറം പയ്യനാട് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ നാംധാരി FC ആണ് എതിരാളികൾ. മത്സരത്തിനുള്ള പ്രവേശനം സൗജന്യമാണ്. ഇന്ത്യൻ ഫുട്ബോൾ ലീഗിന്റെ പുതിയ പതിപ്പിൽ ഗോകുലം കേരള FCയുടെ തുടക്കം സമനിലയോടെയായിരുന്നു. മിസോറാം ടീം ചാൻമാരി FCയോട് ഗോൾ രഹിത സമനിലയിൽ കുരുങ്ങി. ആദ്യ ഹോം മത്സരത്തിന് പയ്യനാട് സ്റ്റേഡിയത്തിൽ ബൂട്ടുകെട്ടുമ്പോൾ മലബാറിയൻസിന്റെ പ്രതീക്ഷ സീസണിലെ ആദ്യ ജയം. കഴിഞ്ഞ 5 മാസമായി ഇവിടെ പരിശീലനം നടത്തുന്നത് ടീമിന് കരുത്താകും. For now we are in good position. The last game is a little stranger because we lose a lot of chance. I wish only to continue like this work. Every training we training hard. 5 വിദേശ താരങ്ങളും 12 മലയാളി താരങ്ങളും അടങ്ങിയ കരുത്തുറ്റ നിരയുമായാണ് ഗോകുലം കേരള പോരിനിറങ്ങുന്നത്. നമ്മളെ ടീം ഇപ്പം നല്ല സെറ്റായിട്ടുണ്ട്. നമുക്ക് നല്ല ഫോറിനേഴ്സ് വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് നല്ല ഒരു സെറ്റപ്പായി ടീമുണ്ട്. എന്തായാലും നമുക്ക് നാളെ ഒരു 3 പോയിൻറ്റിൻ്റെ കളിയാണ്. എല്ലാ മാച്ചും നമ്മൾ ജയിക്കാനുള്ള കളികളാണ് കളിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ചാമ്പ്യന്മാരാകുന്നതിലൂടെ ISL പ്രവേശനവും ഗോകുലം FC ലക്ഷ്യമിടുന്നുണ്ട്. കഴിഞ്ഞ സീസണിൽ ചർച്ചിൽ ബ്രദേഴ്സ് FCയെ കപ്പിനരികെ എത്തിച്ച ദിമിത്രിസ് ദിമിത്രിയോയെ ഹെഡ് കോച്ചാക്കിയത് ഗോകുലത്തിന്റെ അറ്റാക്കിംഗ് ഫുട്ബോളിന് മൂർച്ച കൂട്ടുമെന്ന് ആരാധകർ പറയുന്നു. 2022-ലാണ് ഗോകുലം FC അവസാനമായി കിരീടം നേടിയത്. 24 മലപ്പുറം. നിർധനർക്ക് കൈത്താങ്ങായി 24 കണക്ട് വഴി ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി നിർമ്മിച്ചു നൽകുന്ന ഇടുക്കിയിലെ ആദ്യ വീടിന്റെ തറക്കല്ലിടൽ നടന്നു. തൊടുപുഴ ഉടുമ്പന്നൂർ സ്വദേശികളായ ഡാലിയ റെജി ദമ്പതികൾക്കാണ് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത്. ടാർപോളിൻ ഷീറ്റ് വലിച്ചുകെട്ടിയ കൂരയ്ക്കുള്ളിലായിരുന്നു കഴിഞ്ഞ 6 വർഷമായി റെജിയുടെയും കുടുംബത്തിന്റെയും ജീവിതം. 24 കണക്ട് വഴിയാണ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി നൽകുന്ന 10 വീടുകളിൽ 1 റെജിക്കും കുടുംബത്തിനും ലഭിച്ചത്. അങ്ങനെ വീട് എന്ന കുടുംബത്തിന്റെ കാലങ്ങളായുള്ള സ്വപ്നം യാഥാർത്ഥ്യമായി. നല്ല സന്തോഷമുണ്ട്. നല്ലൊരു ഭവനം ഉണ്ടാവണമെന്നുള്ള ഒരു സന്തോഷമായിരുന്നു. ഇപ്പം നല്ല അനുഗ്രഹം കിട്ടിയതുകൊണ്ട് സന്തോഷം. നന്ദി പറയുന്നു എല്ലാവരോടും, 24കാരോടും എല്ലാവരോടും നന്ദി പറയുന്നു. അസറ്റ് ഹോംസ് ആണ് വീടിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നത്. 2.5 മാസം കൊണ്ട് മെയ് പകുതിയാകുമ്പോൾ ഞങ്ങൾ വീട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ട് കംപ്ലീറ്റ് പണി പൂർത്തിയാക്കി താക്കോല് കൈമാറുവാണ് ഞങ്ങളുടെ പ്ലാൻ. എന്തുകൊണ്ടും ഇതിന് ഒരു അവസരമൊരുക്കിയ 24കാരും അതുപോലെ ലുലു ഗ്രൂപ്പും അസറ്റ് ഹോംസും എല്ലാം ചേർന്നുള്ള സംയുക്തമായ ഈ സംരംഭം ഏറെ പ്രശംസനീയം അർഹിക്കുന്നു. 515 സ്ക്വയർ ഫീറ്റിൽ 2 മുറികളും അനുബന്ധ സൗകര്യങ്ങളോടും കൂടിയ വീട് മെയ് പകുതിയോടെ പണി പൂർത്തിയാക്കി റെജിക്കും കുടുംബത്തിനും കൈമാറും. 24 ഇടുക്കി. 2.5 വയസ്സുകാരന്റെ കൈച്ചെയിൻ ഹൈഡ്രജൻ ബലൂൺ ചെയിനുമായി ആകാശത്തേക്ക് പറന്നപ്പോൾ രക്ഷകനായത് ഒരു 50കാരൻ. കോഴിക്കോട് മൊകവൂർ കാമ്പുറം ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയാണ് 2.5 വയസ്സുകാരന്റെ കൈച്ചെയിൻ ബലൂണിനൊപ്പം പറന്നുപോയത്. അതിസാഹസികമായാണ് വടക്കേ പാമ്പിനി സ്വദേശി സന്തോഷ് 50 അടിയിലധികം ഉയരമുള്ള മരത്തിൽ കയറി ആഭരണം വീണ്ടെടുത്തത്. ആകാശത്തേക്ക് പറന്നുപോയ ഒരു ഭാഗ്യം തിരികെ പിടിച്ച ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞ ദിവസം കോഴിക്കോട് മൊകവൂരിൽ. സംഭവം നടക്കുന്നത് ഞായറാഴ്ച രാത്രി 11:30. ഉത്സവ പറമ്പിൽ നിന്ന് വാങ്ങിയ ഹൈഡ്രജൻ ബലൂൺ പറന്നു പോകാതിരിക്കാനാണ് 2.5 വയസ്സുകാരൻ ദ്വാദിന്റെ കൈയിലെ ബ്രേസ്ലെറ്റിൽ കുരുക്കിയിട്ടത്. ദ്വാദ് കൈവിട്ടപ്പോൾ ബലൂണും ബ്രേസ്ലെറ്റും ആകാശത്തേക്ക് പറന്നു. 3/4 പവൻ പോയെന്നുറപ്പിച്ചെങ്കിലും അച്ഛൻ വൈശാഖ് ഫയർഫോഴ്സിനെ വിളിച്ചു. ഇത്ര വലിയ മരത്തിന്റെ മുകളിലായതിനാൽ അവർക്കും ആശങ്ക. അങ്ങനെയാണ് അവിടെ ഒരു ഹീറോ പിറക്കുന്നത്. ഇവൻ മുകളിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇവന്റെ വിചാരം ബലൂൺ മാത്രമേ പറഞ്ഞു പോയിട്ടുള്ളതാണ്. പിന്നീട് വൈഫ് നോക്കുന്ന സമയത്താണ് അതിന്റെ കൂടെ
ഈ ഒരു ബ്രേസ്ലെറ്റും കൂടി പോയതായിട്ട് കണ്ടത്. ഏതാണ്ട് ഒരു 1.5 ആ സമയത്താണ്. ആ സമയത്ത് ഇവിടെ ഫയർ സർവീസും പോലീസും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം അവർക്കൊക്കെ ആകെ ടെൻഷൻ ഇത് അങ്ങനെ കിട്ടില്ല എന്നുള്ളത് അറിയാതെ. അപ്പം അവർക്കൊന്നും പറ്റാത്തൊരു സമയത്താണ് പെട്ടെന്ന് നമ്മളെ സുഹൃത്തും അതേപോലെ തന്നെ നമ്മുടെ നാട്ടുകാരനും സന്തോഷേട്ടൻ വന്നത്. 50 മീറ്ററിലധികം ഉയരമുള്ള മരത്തിലേക്ക് വലിഞ്ഞു കയറുമ്പോഴും സന്തോഷിന് ബ്രേസ്ലെറ്റ് കിട്ടുമെന്ന് ഉറപ്പില്ല. എങ്കിലും ധൈര്യം സംഭരിച്ച് മുകളിലേക്ക്. അപ്പോൾ എനിക്കൊരു പേടിയുണ്ട് ഇത് കിട്ടും. അങ്ങനെ ഞാൻ പൈപ്പിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് സേഫ്റ്റി പിൻ അടിച്ച് താഴ്ന്ന് കെട്ടിത്തന്ന വെച്ചാൽ എങ്ങനെ കൊളുത്തിയാലും കിട്ടണം. പക്ഷേ കൊളുത്തി കഴിഞ്ഞാലും പിന്നെ ഒന്നും ഊരിപ്പോകുന്നുള്ള എനിക്കറിയാം. ഞാൻ കയറി നോക്കുമ്പോൾ നൂലിൻ്റെ മുകളിൽ ബേസ്ലൈറ്റ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനിങ്ങനെ ചിറ്റി അപ്പോൾ പിന്നെ കുറച്ചുകൂടി പൊന്തിപ്പോയിക്കുന്നു. പിന്നെ എന്തോ ഒരു ഭാഗത്തിന് എന്തെല്ലോ കൊളത്തിയിട്ട് ഫുള്ള് പിന്നെ കൊണ്ട് ഇതിനൊന്ന് കൊളത്തി പിടിച്ചാൽ കൊണ്ട് ചിറ്റി പിന്നെ അതെടുത്ത് മരത്തിന്റെ മുകളിലെത്തിയപ്പോഴതാ ബലൂണിന്റെ നൂലറ്റത്ത് ആ പൊന്നിൻ തിളക്കം. ഹർഷാരവങ്ങളോടെയാണ് നാട്ടുകാർ സന്തോഷിനെ വരവേറ്റത്. അനൂപ് എസ് നായർക്കൊപ്പം നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്. തുടർച്ചയായ 11 വർഷവും സിവിൽ സർവീസസ് പരീക്ഷയിൽ മികച്ച നേട്ടം കൈവരിച്ച ഐലേൺ IAS അക്കാദമി സ്ഥാപനത്തിന്റെ നേട്ടത്തിൽ പ്രധാന പങ്കുവഹിച്ച് 1 ഇയർ ക്ലാസ് റൂം പ്രോഗ്രാമായ PCM. അക്കാദമിയിൽ നിന്ന് സിവിൽ സർവീസസ് യോഗ്യതയിലേക്ക് എത്തിയവരുടെ പട്ടികയിൽ ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികളുമുണ്ട്. 11 വർഷം കൊണ്ട് 450-ൽ പരം സിവിൽ സർവീസസ് ജേതാക്കളെ സൃഷ്ടിച്ച സ്ഥാപനമാണ് ഐലേൺ IAS അക്കാദമി. കളക്ടർമാരായ അർജുൻ പാണ്ഡ്യൻ, മാധവിക്കുട്ടി, സബ് കളക്ടർ ആൽഫ്രഡ് OV എന്നിവരടക്കം ഐലേൺ അക്കാദമിയുടെ സംഭാവനയാണ്. സിവിൽ സർവീസസ് പരീക്ഷാഫലം പുറത്തു വന്നപ്പോൾ മുൻ വർഷങ്ങളിലെ പോലെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരിക്കുകയാണ് ഐലേൺ IAS അക്കാദമി. 450-ലധികം ഉദ്യോഗാർത്ഥികളെ സിവിൽ സർവീസ് യോഗ്യതയിലേക്ക് പ്രാപ്തമാക്കാനായ അപൂർവ നേട്ടം കൂടി കൈവരിച്ചിരിക്കുകയാണ് ഇത്തവണ സ്ഥാപനം. നിരവധി പ്രമുഖരായ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ വാർത്തെടുത്ത ഈ സ്ഥാപനത്തിലെ പ്രധാന പ്രോഗ്രാമുകളിലൊന്നാണ് 1 ഇയർ ക്ലാസ് റൂം പ്രോഗ്രാമായ പ്രിലിംസ് കം മെയിൻസ് എന്ന PCM. എനിക്ക് തോന്നിയിട്ടുള്ളത് ഐലാൻഡ് PCM ബാച്ചിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ നമ്മുടെ ഫാക്കൽറ്റീസ് എല്ലാം ഹൈലി ക്വാളിഫൈഡ് ആണ്. മാത്രമല്ല എല്ലാവരും ഒരു എക്സ്ട്രാ എഫേർട്ട് എടുക്കുന്നുണ്ട്. UPSC പ്രിലിംസിൻ്റെ എക്സാമിന് മുന്നേ തന്നെ എല്ലാ ഇൻക്ലൂഡിങ് മെയിൻസിലുള്ള പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യും. പിന്നെ സ്പെഷ്യലി പറയേണ്ടതാണ് മെൻറ്റർഷിപ്പ് സപ്പോർട്ട്. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ മെൻറ്റർ നമ്മുടെ ക്ലോസ് ടു ആയിട്ടുണ്ടാവും. നമുക്ക് വിളിച്ച് ചോദിക്കാം, ആക്സസ് ചെയ്യാം. പ്രത്യേക പരിശീലനത്തിലൂടെ ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികളെ അടക്കം സിവിൽ സർവീസസ് യോഗ്യതയിലേക്ക് എത്തിക്കാനും ഐലേൺ IAS അക്കാദമിക്ക് ആയിട്ടുണ്ട്. 11 വർഷം കൊണ്ട് ആദ്യ ശ്രമത്തിൽ തന്നെ UPSC റാങ്ക് ഹോൾഡർ യോഗ്യതയിലേക്ക് എത്തിയവരടക്കം 450-ൽ പരം ഉദ്യോഗാർത്ഥികളെ വിജയത്തിലേക്ക് എത്തിക്കാൻ ഐലേൺ IAS അക്കാദമിക്ക് സാധിച്ചു. നമ്മുടെ കൂട്ടത്തിൽ പഠിച്ച് സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള 4 പേരാണ് ഈ ലിസ്റ്റിൽ നിന്ന് വന്നിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, ഒരു സ്പെഷ്യലി ഏബിൾഡ് ആയ ഒരു കുട്ടിക്ക് UPSC എക്സാമിന് സ്പെഷ്യൽ കണ്ടീഷൻസ് കൊടുക്കാറുണ്ട്. വേറൊരു റൂമിൽ സ്പെസിഫിക്കായി ഇരുത്തിയിട്ടാണ് ചെയ്യുന്നത്. ഇങ്ങനെ അവർക്ക് ഓരോ സ്റ്റേജിലും വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് നമ്മൾ സഹായിച്ചു കൊടുത്തിട്ടുണ്ട്. സിവിൽ സർവീസ് പരീക്ഷയിൽ 57-ാം റാങ്കുകാരി ശ്രീജയെ ഐലേൺ IAS അക്കാദമി ഡയറക്ടർ മുഹമ്മദ് ഷിനാസ് പുരസ്കാരം നൽകി ആദരിച്ചു. 24 തിരുവനന്തപുരം. ഒപ്പം പദ്ധതിയുടെ ഭാഗമായി ഇടപ്പള്ളി ടോൾ ജംഗ്ഷനിൽ 2 സ്മാർട്ട് ബസ് ഷെൽട്ടറുകൾ ഒരുക്കി ഇന്റൽ മണി. ആധുനിക സൗകര്യങ്ങളോടെ യാത്ര സുഗമമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബസ് ഷെൽട്ടറുകൾ ഒരുക്കിയിരിക്കുന്നത്. ആലുവ ഭാഗത്തേക്കും എറണാകുളം ഭാഗത്തേക്കും റോഡിന്റെ ഇരുവശങ്ങളിലുമായാണ് ഇന്റൽ മണി സ്മാർട്ട് ബസ് ഷെൽട്ടറുകൾ സജ്ജമാക്കിയിരിക്കുന്നത്. QR കോഡ് സൗകര്യമുള്ള ടിക്കറ്റ് ബുക്കിംഗ് കിയോസ്കുകളാണ് പ്രധാന സവിശേഷത. ഇതിലൂടെ സ്വകാര്യ ബസ് സർവീസുകളുടെയും മെട്രോ സർവീസുകളുടെയും ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും. ഡിജിറ്റൽ ഡിസ്പ്ലേ സ്ക്രീനുകൾ വഴി ബസിന്റെയും മെട്രോയുടെയും സമയവിവരങ്ങളും ലഭ്യമാകും. രാത്രി സമയങ്ങളിൽ സുരക്ഷയും മികച്ച കാഴ്ചയും ഉറപ്പാക്കുന്നതിനായി സ്മാർട്ട് ലൈറ്റിംഗ്, CCTV സംവിധാനം, ചാർജിംഗ് പോർട്ടുകൾ, സ്പീക്കറുകൾ എന്നിവയും ബസ് ഷെൽട്ടറിൽ ഒരുക്കിയിട്ടുണ്ട്. മന്ത്രി P. രാജീവും ഇന്റൽ മണി സീനിയർ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ജിജിത് രാജ് തെക്കേലും ചേർന്ന് ഷെൽട്ടറുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ബസ് സ്റ്റോപ്പിലേക്ക് വന്നു പോകുന്ന എല്ലാ ബസ്സുകളുടെ സമയം, അതുകൂടാതെ മെട്രോ സ്റ്റേഷനിലേക്കുള്ള ട്രെയിനിന്റെ ടൈമിങ്സ്, ഈ രണ്ടും ബസ്സിൻ്റെതും ട്രെയിനിൻ്റെയും മെട്രോ സ്റ്റേഷൻ്റെയും മെട്രോ ട്രെയിനിൻ്റെയും ടിക്കറ്റുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ബുക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി. ഒപ്പം പദ്ധതിയുടെ ഭാഗമായി ഞങ്ങളുടെ CSR ഫണ്ടും കൂടി ഉപയോഗിച്ചിട്ടാണ്, ഇന്റൽ മണിയുടെ CSR ഫണ്ടും കൂടി ഉപയോഗിച്ചിട്ടാണ് ഈ പദ്ധതി നമ്മളിവിടെ നാടിനു വേണ്ടി സമർപ്പിക്കുന്നത്. യാത്ര കൂടുതൽ സുതാര്യവും സുരക്ഷിതവുമാകാൻ സജ്ജീകരണങ്ങൾ സഹായിക്കും. ഒപ്പം പദ്ധതിയുടെ ഭാഗമായി കളമശ്ശേരി നഗരസഭയുമായി സഹകരിച്ചാണ് ഇന്റൽ മണി പദ്ധതി നടപ്പാക്കിയത്. 24 കൊച്ചി. ഇതോടെ ന്യൂസ് ബ്രേക്സ് പൂർത്തിയാവുകയാണ്.